വാർത്തകൾ നോക്കാം വിശദമായി. ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ സ്ഥാനാരോഹണ വാർഷിക ദിനത്തിൽ നിരവധി തടവുകാർക്ക് മോചനം നൽകി. വിവിധ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട 334 തടവുകാർക്ക് സുപ്രീം കമാൻഡർ സുൽത്താൻ ഹൈതം ബിൻ താരിഖ് പ്രത്യേക രാജകീയ മാപ്പ് നൽകിയതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. മാപ്പിന്റെ ഗുണഭോക്താക്കളിൽ ഒമാനി പൗരന്മാരും വിദേശ പൗരന്മാരും ഉൾപ്പെടുന്നുവെന്ന് റോയൽ ഒമാൻ പോലീസ് പറഞ്ഞു. ഒമാൻ സുൽത്താന്റെ സിംഹാസനാരോഹണത്തിന്റെ വാർഷികം ആഘോഷിക്കുന്ന ജനുവരി 11 രാജകീയ മാപ്പ് നൽകുമെന്നും റോയൽ ഒമാൻ പോലീസ് പറഞ്ഞു. കാർഗോ ഡെലിവറിക്ക് തദ്ദേശീയമായി രൂപപ്പെടുത്തിയ സഹം ഡ്രോണുമായി ഒമാൻ 250 കിലോ ചരക്കുമായി 300 കിലോമീറ്റർ ദൂരം പറക്കാൻ സഹം ഡ്രോണിന് കഴിയും. തദ്ദേശീയമായി രൂപപ്പെടുത്തിയ ഡ്രോൺ സഹം 250 കിലോഗ്രാം വരെ ചരക്ക് വഹിക്കാനും 300 കിലോമീറ്റർ വരെ പറക്കാനും ശേഷിയുള്ളതാണ്. തന്ത്രപ്രധാന ലോജിസ്റ്റിക് ആവശ്യങ്ങൾക്കായാണ് സഹം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. മിലിറ്ററി ടെക്നിക്കൽ കോളേജിൽ സംഘടിപ്പിച്ച സ്കൈ ബ്രിഡ്ജ് പരിപാടിയിൽ ഡ്രോൺ അവതരിപ്പിച്ചു. ഗതാഗത വാർത്താവിനിമയ വിവര സാങ്കേതിക മന്ത്രി എഞ്ചിനീയർ സയ്യിദ് ബിൻ ഹമൂദ് അൽ മാവാലി, പ്രതിരോധ മന്ത്രാലയ സെക്രട്ടറി ജനറൽ ഡോക്ടർ മുഹമ്മദ് ബിൻ നാസിർ അൽ സഅബി, മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ, ഇബ്നു ഫിർനാസ് സെന്റർ ഫോർ ഡ്രോൺസിന്റെ സിഇഒ മുഹമ്മദ് ബിൻ അബ്ദുള്ള അൽ ഹാർത്തി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഒമാനിൽ തന്നെ പൂർണ്ണമായി അസംബ്ലി ചെയ്ത ഡ്രോണിന്റെ അവതരണം രാജ്യത്തിന് അപൂർവമായ നേട്ടമാണെന്നാണ് വിലയിരുത്തൽ. പ്രാദേശിക ലോജിസ്റ്റിക് നവീകരണത്തിൽ ഒമാനെ മുൻനിരയിലേക്ക് ഉയർത്തുന്നതാണ് സഹം. ഡ്രോണിന്റെ ആദ്യ ദൗത്യത്തിൽ 100 കിലോഗ്രാം മെഡിക്കൽ സാമഗ്രികൾ ഏകദേശം 100 കിലോമീറ്റർ ദൂരത്തിൽ മിലിറ്ററി ടെക്നിക്കൽ കോളേജിൽ നിന്ന് ജബൽ അക്ദർ വരെ വിജയകരമായി എത്തിച്ചു. കഠിനമായ പർവ്വത പ്രദേശങ്ങളും താഴ്വരകളും മറികടന്ന ഈ സഞ്ചാരം ദൂരദേശങ്ങളെ വേഗത്തിലും സുരക്ഷിതമായും ബന്ധിപ്പിക്കാനുള്ള ഡ്രോണിന്റെ പ്രായോഗിക ശേഷി തെളിയിക്കുന്നതായി. ചടങ്ങിനോടനുബന്ധിച്ച് ഇബ്നു ഫിർനാസ് സെന്ററിന്റെ സ്കൈ ബ്രിഡ്ജ് പദ്ധതി പ്രഖ്യാപിച്ചു. വിമാന നിർമ്മാണം അടക്കമുള്ള പദ്ധതികളാണ് സ്കൈ ബ്രിഡ്ജ് ലക്ഷ്യമിടുന്നത്. കൃത്യനിരീക്ഷണത്തിനും ഉയർന്ന തലത്തിലുള്ള വ്യോമസേവനങ്ങൾക്കുമായി രൂപകൽപ്പന ചെയ്ത പ്രത്യേക ഡ്രോൺ എന്നിവ ഉൾപ്പെടെ സെൻട്രൽ തദ്ദേശീയമായി വികസിപ്പിച്ച ആധുനിക സാങ്കേതിക വിദ്യകളും ചടങ്ങിൽ പ്രദർശിപ്പിച്ചു. കൈരളി ന്യൂസ്, ഒമാൻ.